ഇപ്പൊ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എന്താണ് മാനസികാവസ്ഥ? അല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പോയതുപോലെ തിരിച്ചു വന്ന ഒരാൾ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും. കാരണം എല്ലാവരും പറയുന്നതൊക്കെ ഞങ്ങൾ പോയതുപോലെയല്ല തിരിച്ചു വന്നത്. ചിലർ നെഗറ്റീവ് ആയവർ പോസിറ്റീവ് ആയിട്ട് വരും, പോസിറ്റീവ് ആയിട്ടുള്ളവർ നെഗറ്റീവ് ആയിട്ട് വരും. എനിക്ക് തോന്നുന്നു ഞാൻ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ സേഫ് ആയിട്ട് തടി കേടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. 20 ദിവസത്തെ ഫുൾ എപ്പിസോഡും കണ്ടു കഴിഞ്ഞോ? ഇല്ല, അവിടെയാണ് എനിക്കൊരു ഷോക്കായത്. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാ. അപ്പൊ എപ്പിസോഡ് കാണുന്നവർക്ക് അറിയാം, ചിലർ വിചാരിക്കും ഉള്ളിൽ കരഞ്ഞ് ചിരിച്ചോണ്ടല്ല. ഞാൻ അങ്ങനെ വിചാരിച്ചു, ഉള്ള സത്യം പറയാമല്ലോ. ആരോട് യാത്ര പറയാൻ പോലും പറ്റാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു മാനസികാവസ്ഥ. പക്ഷെ ഇതൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ തലേ ദിവസം തൊട്ട് എനിക്കൊന്ന് ബിഗ് ബോസ് വരെ അവിടെ നിന്ന് വിചാരിക്കുന്നുണ്ടാവും, ഛേ ഇവളൊരു സർപ്രൈസ് ആയിട്ട് പിന്നെ ഒന്ന് പുറത്ത് അല്ലെങ്കിൽ എവിക്റ്റ് ആക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ലല്ലോ. കാരണം ഞങ്ങൾ ചർച്ചയാണ്. അപ്പം ഞാൻ നാളെ പോവുകയാണ്, എനിക്ക് 1-2 കാര്യങ്ങളും കൂടെ നിങ്ങളോടൊക്കെ പറയാനുണ്ട്, അതിപ്പം എന്തായാലും നടക്കില്ല. എന്നിട്ട് ഞങ്ങൾ രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലവ് മാരേജിന്റെ കഥ അതും ഇതൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കുക. കാരണം നാളെ എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ പുറത്തിറങ്ങിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പം ബിഗ് ബോസ് അവിടെ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടെ നിന്ന് പ്ലാനാണ്. അപ്പം നാളെ എന്താണ് പോണത്,